നമസ്കാരം. കൗണ്ടർ പ്രസിന്റെ മറ്റൊരു എപ്പിസോഡിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ സംസാരിക്കാൻ പോകുന്നത് എൽ ക്ലാസിക്കിനെ കുറിച്ചിട്ടാണ്. 4-3 എന്നുള്ള സ്കോർ ലൈനിൽ ബാഴ്സലോണ റയലിനെ പരാജയപ്പെടുത്തുന്നുണ്ടായിരുന്നു. അതിന്റെ ടാക്ടിക്കൽ അനാലിസിലേക്ക് നമുക്ക് കടക്കാം. മത്സരത്തിന്റെ തുടക്കത്തിൽ തന്നെ റയലിന്റെ ഒരു സ്ട്രക്ചർ നോക്കി കഴിഞ്ഞാൽ വാൽവേർഡെ ഗോൾ കിക്സ് എടുക്കും നമ്മളുണ്ട്. ഇത് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിരുന്നു. കാരണം പ്രോപ്പർ ആയിട്ടുള്ള പ്ലാനോട് കൂടിയാണ് ആൻസലോട്ടി അത് നടപ്പിലാക്കാൻ ശ്രമിച്ചത്. രണ്ട് ഫോർവേഡ് പ്ലേയേഴ്സ് ആയ വിനീഷ്യസും എംബാപ്പയും നേരെ ഫോർവേഡ് ലൈനിലേക്ക് ഫോർദർ അപ്പ് പിച്ച് പോവാണ്. ഓൾമോസ്റ്റ് അവിടെ ഒരു ഷെസ്നിയുടെ ഒരു 5 to 10 yards എന്നുള്ള രീതിക്കൊക്കെ അവർ നിൽക്കുന്നുണ്ട്. സോ ഇതിന്റെ കാരണം എന്തായിരുന്നു പറഞ്ഞാൽ ഗോൾ കിക്സിൽ ഓഫ് സൈഡ്സ് ഇല്ല. സോ അതുകൊണ്ട് തന്നെ ഇവർക്ക് ലോങ് പോകാനുള്ള പ്ലാൻ വരുമ്പോൾ ബാസയുടെ ഹൈ പ്രസിംഗ് സ്ട്രാറ്റജി നടപ്പിലാക്കാൻ ബുദ്ധിമുട്ടായിരുന്നു. കാരണം ലാസ്റ്റ് ലൈൻ ഓഫ് ഡിഫൻസിന്റെയും മിഡ്ഫീൽഡ് ലൈനിന്റെയും ഫ്രണ്ട് ലൈൻ ഓഫ് പ്രസിന്റെയും തമ്മിൽ ഒരുപാട് ഗ്യാപ്പ് വന്നു. ഇത് റയലിനെ സംബന്ധിച്ചിട്ട് നല്ലൊരു സ്ട്രാറ്റജി ആയിരുന്നു. പക്ഷെ പ്രശ്നങ്ങൾ അവിടെ ഉണ്ടായിരുന്നു. കാരണം ഫ്രണ്ട് ലൈനിലുള്ള പ്ലേയേഴ്സ് ഏരിയൽ ഡ്യുവൽസ് വിൻ ചെയ്യാൻ പറ്റുന്ന ഒരു പ്ലേയേഴ്സ് അല്ല. വിൻ ചെയ്യാൻ പറ്റുന്നു എന്ന് പറഞ്ഞാൽ കണ്ണടച്ച് അങ്ങനെ പറയല്ല. പക്ഷെ എന്നിരുന്നാലും എംബാപ്പയും വിനീഷ്യസും ഫസ്റ്റ് കോൺടാക്ട്സ് വിൻ ചെയ്യാനായിട്ട് വളരെ ബുദ്ധിമുട്ടുള്ള പ്ലേയേഴ്സ് ആണ് ഒപ്പോസിഷന്റെ സെന്റർ ബാക്സിനെ വെച്ചിട്ട് കമ്പയർ ചെയ്യുമ്പോൾ. ഇനി അതല്ലാതെ റയലിന്റെ സെക്കൻഡ് ഓപ്ഷൻ എന്ന് പറയുന്നത് സെക്കൻഡ് കോൺടാക്ട്സ് വിൻ ചെയ്യുക എന്നുള്ളതായിരുന്നു. സെക്കൻഡ് കോൺടാക്ട്സ് വിൻ ചെയ്യണമെങ്കിൽ റയലിന്റെ മിഡ്ഫീൽഡേഴ്സ് ഫർദർ അപ്പ് ദ പിച്ച് പോകണം. അതായത് ബെല്ലിങ്ങും ഗൂളറും ഫർദർ അപ്പ് ദ പിച്ച് പോകണം. അത് മാത്രമല്ല, അങ്ങനെ പോയി കഴിഞ്ഞു കഴിഞ്ഞാല് അവിടെ ഒരു തേർഡ് മിഡ്ഫീൽഡർ ഇല്ലാത്ത ഒരു പ്രശ്നം വരുന്നുണ്ട്. കാരണം വാൽവേർഡെ ഗോൾ കിക്സ് എടുത്തിട്ട് പെട്ടെന്ന് ഓടി തന്റെ പൊസിഷനിലേക്ക് എത്തണം. സോ ഇത് ഒക്കെ കൂടി ഒരു വല്ലാത്തൊരു ഇങ്ങനെ മിസ്മാച്ച് ക്രിയേറ്റ് ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. ഇതിനൊക്കെ അപ്പുറം പ്രശ്നമായിട്ട് ബാഴ്സയാണ് ഫസ്റ്റ് കോൺടാക്റ്റും അല്ലെങ്കിൽ സെക്കൻഡ് കോൺടാക്റ്റും വിൻ ചെയ്യുന്നെങ്കിൽ ബാഴ്സയ്ക്ക് ക്വിക്കായിട്ട് കളിക്കാനുള്ള കേപ്പബിലിറ്റി ഉണ്ട്. അത് തന്നെ സംഭവിച്ചു. കാരണം റയൽ നല്ലപോലെ അൺസെറ്റിൽഡ് ആയിരുന്നു. സോ അങ്ങനെ വരുമ്പോൾ നേരെ ബാഴ്സ സെക്കൻഡ് കോൺടാക്ട് വിൻ ചെയ്യും. നേരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ലോങ് ബോൾസോ അല്ലെങ്കിൽ ക്വിക്ക് ആയിട്ടുള്ള 1-2 പാസസോ കൊണ്ട് ബാഴ്സ റയലിനെ കൗണ്ടർ ചെയ്യുന്നുണ്ടായിരുന്നു. അവരുടെ ആദ്യത്തെ ഗോൾ വരുന്നത് സർക്കുലേഷൻ ഓഫ് ദ ബോൾ വരുമ്പോഴാണ് അവിടെ ആ ഒരു ഗ്യാപ്പും ചാൻസും ക്രിയേറ്റ് ആവുന്നത്. ബാഴ്സ ഒരു ഫ്രീ കിക്ക് കൺസിഡർ ചെയ്യാണ്. ആ ഫ്രീ കിക്ക് എടുത്തുകൊണ്ട് നേരെ തന്നെ ലൂക്കസ് വാസ്കസിന്റെ കയ്യിലേക്ക് അവിടെ ബോൾ സർക്കുലേറ്റ് ചെയ്യണം. ഒരുപാട് സ്പേസ് അവിടെ കിട്ടണം വാസ്കസിന് സ്റ്റെപ്പ് ഇൻ ചെയ്യാനായിട്ട് ഫോർവേഡ്. ബാഴ്സലോണയുടെ ഹാഫിലേക്ക് മാത്രം പ്ലേ ചുരുക്കാനായിട്ട് റയലിന് വളരെ ബുദ്ധിമുട്ടായിരുന്നു. പക്ഷെ അങ്ങനെ ചെയ്തിരുന്ന സമയത്ത് അവർക്ക് ഇതേപോലത്തുള്ള അഡ്വാൻറ്റേജ് ഉണ്ടായിരുന്നു. വാസ്കസ് അത് റിസീവ് ചെയ്തിട്ട് നേരെ പാസ് ചെയ്യാൻ ശ്രമിക്കുകയാണ് എംബാപ്പയ്ക്ക്. പക്ഷെ കുബാസിയിൽ നിന്നിട്ടൊരു മിസ്റ്റേക്ക് വരുന്നു. അതിനേക്കാളും ടെറിബിൾ ആയിട്ടുള്ള മിസ്റ്റേക്ക് ഷെസ്നിന്ന് വരുന്നു. സോ അവിടെ ഒരു പെനൽറ്റി കൺസീഡ് ചെയ്തിട്ട് നേരെ റയലിൽ ലീഡ് എടുക്കാം. റയലിന്റെ ഗെയിം പ്ലാൻ ഡയറക്റ്റ് ആവുക എന്നുള്ളതായിരുന്നു. ഡയറക്റ്റ് ആവാൻ വേണ്ടിയിട്ട് അവർ ഇന്റർമിലാന്റെ ഗെയിം കണ്ട് കുറച്ചൊക്കെ അതിൽ നിന്നിട്ടും അവർ എടുത്തിരുന്നു. കാരണം അവര് കുഞ്ഞു കുഞ്ഞു പാസുകൾ ആദ്യം ചെയ്തുകൊണ്ട് അവിടെ ബാഴ്സയുടെ പ്ലേയേഴ്സിനെ ഡ്രോൺ ഇൻ ചെയ്തിട്ട് നേരെ സ്വിച്ചസ് നടത്താനായിരുന്നു അവർ ശ്രമിച്ചിരുന്നത്. ഇത് നല്ലപോലെ എക്സിക്യൂട്ട് ചെയ്തിരുന്നപ്പോൾ വർക്ക്ഔട്ട് ആവാൻ ചെയ്തിരുന്നു. പക്ഷേ ഒട്ടുമിക്ക സമയങ്ങളിലും റയലിന്റെ പ്ലേയേഴ്സിന് ആ ഒരു ക്വാളിറ്റിയും ഡെപ്തും കൊടുക്കാനായിട്ട് പറ്റിയിരുന്നില്ല. പ്രത്യേകിച്ച് ബാഴ്സയുടെ പ്ലേയേഴ്സ് അവർക്ക് ലിമിറ്റഡ് ടൈമേ ബോളിൽ അനുവദിച്ചിരുന്നുള്ളൂ എന്നുള്ളത് കൺസിഡർ ചെയ്യുമ്പോൾ. കാരണം അത്രയും എനർജറ്റിക് ആയിട്ട് ഹൈ ആയിട്ട് ബാഴ്സ പ്രസ് ചെയ്തിരുന്നു. സോ അങ്ങനെ പ്ലേയേഴ്സ് ഡ്രോൺ ഇൻ ആവുമ്പോഴും അത്രയും ചെറിയൊരു സ്പേസിലാണ് അവിടെ പ്ലേ നടക്കുന്നത്. അതിൽ നിന്നൊരു സ്വിച്ച് നടത്തണമെങ്കിൽ ടെക്നിക്കൽ ആയിട്ടുള്ള പ്ലേയേഴ്സ് വേണം. പിച്ചിനെ ബ്രോഡായിട്ട് കാണുന്ന വിഷനുള്ള പ്ലേയേഴ്സ് വേണം. അങ്ങനത്തെ എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് റയലിന് ഇന്നലെ സാധിക്കുന്നുണ്ടായിരുന്നില്ല. കൂടാതെ ബാഴ്സ ഫസ്റ്റ് ഗോളിന് ശേഷം ബോൾ കയ്യിൽ വെക്കുന്നുണ്ടായിരുന്നു. കയ്യിൽ വെച്ചിട്ടായാലും ഫുൾ ബാക്സ് ആയാലും നല്ല അഗ്രസീവ് ആയിട്ട് ബാഴ്സയുടെ പെരുമാറുന്നുണ്ടായിരുന്നു. ലേറ്റ് ആയിട്ട് എറിക് ഗാർസിയ ഫോർവേഡ് പോകുന്നുണ്ടായിരുന്നു. കുറച്ച് ലേറ്റ് ആയിരുന്നു. കാരണം വെച്ചാൽ കുറച്ച് കൺസർവേറ്റീവ് ആവേണ്ടതുണ്ടായിരുന്നു. വിനീഷ്യസിന് ബോൾ കിട്ടിക്കഴിഞ്ഞാൽ അവിടെ ട്രാൻസാക്ഷൻസിൽ അടിക്കാനുള്ള സാധ്യതകളുണ്ട്. പക്ഷെ അവര് പേടിച്ച പോലെ തന്നെ അത് സംഭവിക്കുകയും ചെയ്തു. കാരണം ആ സെക്കൻഡ് ഗോൾ വരുന്നത് കണ്ടാൽ നമ്മൾ അറിയാം, ലമീൻ യമാലിന് അവിടെ ഡിസ്പൊസിസ്ഡ് ആയിട്ട് നേരെ ഫ്ലാങ്കുകളിലാണ് അവർക്ക് സ്പേസ് വരുന്നത്. റയലിനെ സംബന്ധിച്ചിട്ട് അവരുടെ ഗെയിം പ്ലാനും സ്ട്രാറ്റജി അവർ പ്രോപ്പർ ആയിട്ട് നടപ്പിലാക്കിയ ഗോളായിരുന്നു. കാരണം ഡയറക്റ്റ് ആയിട്ട് ക്വിക്ക് ആയിട്ട് പ്ലേ ചെയ്യാണ്. നേരെ ഇൻ ബിഹൈൻഡ് സ്പേസസ് ഉണ്ടാവും. നമുക്കറിയാം ബാഴ്സയുടെ ഹൈലൈൻ ആണ്. അതിന് റൺ ചെയ്തിട്ട് നേരെ എംബാപ്പെ അവിടെ ഗോൾ സ്കോർ ചെയ്യാണ്. 2-0 ഗെയിം ഇങ്ങനെ ആരും വിചാരിക്കാത്ത ഒരു ട്വിസ്റ്റിലേക്ക് നടന്നു പോകുമ്പോൾ പിന്നെ ബാഴ്സ കൺട്രോൾ എടുക്കുന്നത് നമ്മൾ കണ്ടു. ബാഴ്സയുടെ ലെഫ്റ്റ് ഹാൻഡ് സൈഡ് റയലിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നുള്ള കാര്യം റയലിന് നല്ല ബോധ്യം ഉണ്ടായിരുന്നു. കാരണം ഇതിനെ ഡീല് ചെയ്യാനായിട്ട് അവര് നല്ല പോലെ ട്രിഗേഴ്സ് യൂസ് ചെയ്തിട്ട് പ്രസ് ചെയ്തിരുന്നു. ഇതിനായിട്ട് അവർ ചെയ്തിരുന്നത്, ജെറാർഡ് മാർട്ടിൻ നേരെ റിസീവ് ചെയ്യുമ്പോൾ ഫസ്റ്റ് ടച്ച് ബാക്ക്വേർഡ്സ് ആണ് എടുക്കുന്നതെങ്കിൽ അല്ലെങ്കിൽ ഫസ്റ്റ് ടച്ച് റിസീവ് ചെയ്യുന്ന സമയത്ത് അഗ്രസീവ് ആയിട്ട് ക്ലോസ് ഡൗൺ ചെയ്യുക എന്നുള്ളതായിരുന്നു. ഇതൊരു ലിമിറ്റഡ് ടൈം വരെ അവർക്ക് സക്സസ്ഫുൾ ആയിരുന്നു. പക്ഷേ ബാഴ്സ അതിന് കൗണ്ടർ ടാക്ടിക്സ് കൊണ്ടുവരുന്നുണ്ടായിരുന്നു. കാരണം ഗൂളർ നേരെ ഡ്രോപ്പ് ചെയ്തിട്ട് ഇറങ്ങി വന്നിട്ട് ജെറാർഡ് മാർട്ടിനെ ഡിഫെൻഡ് ചെയ്യാൻ സപ്പോർട്ട് കൊടുക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അപ്പം എന്ത് സംഭവിച്ചു? ഇനിഗോ മാർട്ടിനസ് ക്രൂഷ്യൽ ആയിട്ടൊരു റോള് അവിടെ കാഴ്ചവെച്ചു. നേരെ ഇനിഗോ ഫർദർ അപ്പ് ദ പിച്ച് പോയിട്ട് കുറച്ച് വൈഡ് ആയിട്ടുള്ള ചാനലിലേക്ക് ഡ്രിഫ്റ്റ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ അവിടെ ഒരു ഓവർലോഡും പാസിംഗ് ലൈനും ക്രിയേറ്റ് ചെയ്യാനായിട്ട് അത് സഹായിച്ചു. ഫസ്റ്റ് ഹാഫ് നിറഞ്ഞു കളിച്ചിരുന്ന ബാഴ്സ തന്നെയായിരുന്നു. ഇതിന്റെ പ്രധാന കാരണം
ഇതാണ്. ഇത് ഡിഫെൻസീവ് ആക്ഷൻസ് കാണിച്ചു തരുന്ന ഒരു സ്റ്റാറ്റാണ്. എത്രത്തോളം ഡിഫെൻസീവ് ആക്ഷൻസ് ആണ്, റിക്കവറീസും ടാക്കിൾസും ഇന്റർസെപ്ഷൻസും ഒക്കെയാണ് നമ്മൾ ഈ കാണുന്നത്. ഇത് ബാഴ്സ ഒപ്പോണൻസിന്റെ ഹാഫിൽ എത്രത്തോളം നടത്തിയിരുന്നു നിങ്ങൾ നോക്കിയേ. ഇത് റയലിനെ വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമ്പേഴ്സ് വളരെ ലെസ് ആണ്. ഇത് വലിയ വ്യത്യാസമാണ് അങ്ങടും ഇങ്ങടും. ഇത് തന്നെ നമുക്ക് കണ്ടറിയാം എത്രത്തോളം ബോൾസ് അവര് ഒപ്പോണൻസിന്റെ ഹാഫിൽ വിൻ ചെയ്തിരുന്നുള്ളത്, എത്രത്തോളം സ്ലോപ്പി ആയിരുന്നു റയൽ എന്നുള്ളത്. വേറൊരു കാര്യം കൺസിഡർ ചെയ്യേണ്ടത്, ബാഴ്സ ഇങ്ങനെ പ്രസ് ചെയ്തിട്ട് വിൻ ചെയ്യുമ്പോൾ ബാഴ്സയ്ക്ക് എപ്പോഴും ടോപ്പില് ഒന്നോ രണ്ടോ പ്ലേയേഴ്സ് പ്ലേ ചെയ്യാൻ ഡയറക്റ്റ് ആയിട്ടുണ്ടായിരുന്നു. സോ റിക്കവറികൾ എത്രയും പെട്ടെന്ന് റയലിനെ ഹേർട്ട് ചെയ്യാന്നുള്ളത് ബാഴ്സയുടെ ഒരു തന്ത്രമായിരുന്നു. ഇതിന് അവരുടെ ഹൈ പ്രസ് തന്നെയാണ് ഉപകരിച്ചിട്ടുള്ളത്, ഹൈ ലൈൻ തന്നെയാണ് ഉപകരിച്ചിട്ടുള്ളത്. ഹൈ ലൈനൊക്കെ എല്ലാവരും കുറ്റം പറയുമ്പോഴും ഇങ്ങനത്തെ ഒരുപാട് ഗുണങ്ങൾ ബാഴ്സയ്ക്ക് കൊടുക്കുന്ന ഒരു കാര്യമാണ്. അതുമാത്രമല്ല, ലോങ് ഷോട്ട്സ് എടുക്കാനായിട്ട് ബാഴ്സയ്ക്ക് ഒരു മടി ഉണ്ടായിരുന്നില്ല. നമുക്ക് ഇപ്പൊ ഈ XG മാപ്പ് ഒക്കെ കണ്ടാൽ അറിയാം ലോങ് ഷോട്ട്സ് എത്രത്തോളം ബാഴ്സലോണ ഈ ഗെയിമിൽ എടുത്തിട്ടുണ്ടെന്ന് നോക്കിയാൽ. കുറച്ച് നമുക്ക് കാണാൻ ബുദ്ധിമുട്ടുള്ള കാര്യങ്ങളായിരിക്കും, കാരണം ബാഴ്സലോണ ഡീപ്പായിട്ട് എക്സ്പ്ലോയിറ്റ് ചെയ്യാനായിട്ട് ശ്രമിക്കുന്ന ഒരു ടീമാണ്. പക്ഷേ ഇന്നലെ ജെറാർഡ് മാർട്ടിൻ പോലും ലോങ് ഷോട്ട്സിന് ട്രൈ ചെയ്യുന്നുണ്ടായിരുന്നു. അങ്ങനെയാണ് ബാഴ്സയുടെ ആദ്യത്തെ ഗോൾ വരുന്നത്, കോർണറിൽ നിന്നാണ്. പക്ഷെ ആ കോർണർ വരുന്നത് ജെറാർഡ് മാർട്ടിൻ ഇതേപോലെ ഒരു ലോങ് റേഞ്ചർ കോട്ട് വയ്ക്കി നല്ലൊരു ട്രബിൾ കൊടുത്തിട്ടാണ്. എറിക് ഗാർസിയനെ അവർക്ക് അഗ്രസീവായിട്ട് പുഷ് ചെയ്യാനായിട്ട് കുറച്ച് കൺസർവേറ്റീവ് ആയിരുന്നു ഞാൻ പറഞ്ഞു. പക്ഷേ ഇതിനൊരു വേറെ വഴി കണ്ടെത്തിയിരുന്നു. യമാലിനെ പ്ലേയിൽ കൂടുതൽ ഇൻവോൾവ് ചെയ്യിക്കാനും ഡിഫെൻസീവ്ലി അവർക്ക് കുറച്ചും കൂടി അവിടെ ഒരു സ്ട്രെങ്ത് കിട്ടാനും അവർ കോൺസ്റ്റന്റ് ആയിട്ട് വൈറ്റ് ചാനൽ ഓവർലോഡ്സ് ക്രിയേറ്റ് ചെയ്തിരുന്നു. ഇനി നമ്മൾ പറഞ്ഞില്ലേ ബാഴ്സലോണ ഇങ്ങനെ സഫക്കേറ്റ് ചെയ്യുന്നുണ്ടായിരുന്നു, റയലിനെ ബുദ്ധിമുട്ടിക്കുന്നുണ്ടായിരുന്നു. ഇത് റയലിന്റെ ഭാഗത്തു നിന്നുമുള്ള പ്രശ്നങ്ങൾ കൊണ്ട് തന്നെയായിരുന്നു അവരുടെ സ്ട്രക്ചറിൽ. കാരണം അവരുടെ ബിൽഡപ്പ് ഷേപ്പ് ഒരുപാട് നാരോ ആയിരുന്നു. ടെക്നിക്കലായിട്ടുള്ള പ്ലേയേഴ്സ് അങ്ങനെ ഒരു ഹാഫ് സ്പേസ് അല്ലെങ്കിൽ ഇന്നർ വൈറ്റ് ചാനലിലേക്ക് വരുമ്പോൾ, അതായത് പ്രത്യേകിച്ച് ഫുൾ ബാക്സ് ഒക്കെ വരുമ്പോൾ ടെക്നിക്കൽ എബിലിറ്റി ആണ്. നമ്മൾ ട്രെൻഡ് ഒക്കെ ചെയ്യുന്നുണ്ട് ലിവർപൂളിൽ. പക്ഷെ ട്രെൻഡിന് അത് ചെയ്യാൻ പറ്റുന്നത് അത്രയും ടെക്നിക്കലായിട്ട് ബ്രില്യൻ്റ് ആയിട്ടുള്ള പ്ലെയർ ആയതുകൊണ്ട്. പക്ഷെ ഇന്നലെ വാസ്കസ് ഒക്കെ ആ ഒരു വിഡ്ത്ത് പ്രൊവൈഡ് ചെയ്യാതെ റിസീവ് ചെയ്യുമ്പോൾ ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിരുന്നു. നെഗറ്റീവ് ആയിട്ടുള്ള ഫസ്റ്റ് ടച്ച് എടുക്കുന്നുണ്ടായിരുന്നു, ബാക്ക്വേർഡ്സ് ആയിരുന്നു പ്ലേ നടന്നിരുന്നത്. ഒരുപാട് കംപ്രസ്ഡ് ആയിട്ട് ബാഴ്സലോണ നിൽക്കുന്ന സമയത്ത് ഫോഴ്സ്ഡ് ആവുന്നു ലോങ് പോകാനായിട്ട്. ബാഴ്സ ബോൾ റിക്കവർ ചെയ്യുന്നു, വീണ്ടും റയലിനെ അടിക്കുന്നു. ഇങ്ങനെ ഒരു കോൺസ്റ്റന്റ് ആയിട്ടുള്ള പരിപാടി വീണ്ടും വീണ്ടും ഇങ്ങനെ സംഭവിച്ചുകൊണ്ട് പിന്നീട് ബാഴ്സ തങ്ങളുടെ ഇക്വലൈസർ സ്കോർ ചെയ്യാണ്. അതിലായാലും പെഡ്രി അവിടെ റിസീവ് ചെയ്തിട്ട് സെൻട്രൽ ആയിട്ടുള്ള ചാനലിൽ ഫസ്റ്റ് ലൈൻ ഓഫ് പ്രഷർ രണ്ട് പേരുടെ ഇടയിൽ കൂടെ സിമ്പിൾ ആയിട്ട് പോവാണ്. അത്രയും ഡീപ്പായിട്ടാണ് റയൽ അവിടെ ഇരിക്കുന്നത്. അങ്ങനത്തെ ഒരു സാഹചര്യത്തിൽ അത് അവിടെ ക്ലോസ് ഡൗൺ ചെയ്യേണ്ടതായിരുന്നു. ഫസ്റ്റ് ടച്ച് തന്നെ യമാല് ഇൻസൈഡ് ഓഫ് ദി ഫുട്ട് റാപ്പ് ചെയ്തിട്ട് അത് ഫിനിഷ് ചെയ്യുന്നു. ബ്രില്യൻ്റ് ആയിട്ടുള്ള ഫിനിഷ് ആയിരുന്നു. ഇക്വലൈസർ അടിച്ചു, നേരെ പിന്നെ ബാഴ്സ ഫുള്ളി കൺട്രോൾ ആയി ഗെയിമിലേക്ക്. അതിനുശേഷം മൂന്നാമത്തെ ഗോളും സംഭവിക്കുകയാണ്. അതൊരു മിസ്കമ്മ്യൂണിക്കേഷൻ ആയിരുന്നു സംഭവിച്ചിരുന്നത് അവിടെ എംബാപ്പയും സെബയോസും തമ്മിൽ. അതിനുശേഷം റയൽ നല്ല പോലെ പ്രസ്സിംഗിൽ അഗ്രസീവായി. പക്ഷെ ഇത് വീണ്ടും ബാഴ്സയുടെ കൈകളിലേക്കാണ് കൊണ്ടെത്തിച്ചത്. കാരണം ഫുൾ ബാക്സിന്റെ മേളിൽ വാസ്കസ് ജമ്പ് ചെയ്യാൻ തുടങ്ങി. അപ്പോൾ എന്ത് സംഭവിച്ചു, ഇൻ ബിഹൈൻഡ് സ്പേസുകൾ ഓപ്പൺ അപ്പ് ആയി. ആദ്യം ഫെറാൻ ടോറസ് എസെൻസിയോനെ ഫോക്കസ് ചെയ്തിട്ടായിരുന്നു ഇൻ ബിഹൈൻഡ് റണ്ണുകളും കാര്യങ്ങളും നടത്തിയിരുന്നത്. പക്ഷെ ബാഴ്സ അവിടെ ബ്രില്യൻ്റ് ആയിട്ടുള്ള ടാക്ടിക്കൽ ചേഞ്ച് വരുത്താം. റഫീന് നേരെ ഫെർദർ ഇൻസൈഡ് വരാണ്, എസെൻസിയോനെ റഫീനെ ഒക്യുപ്പൈ ചെയ്യുന്നു, ചുവമെനിനെ ഫെറാൻ ടോറസ് ഒക്യുപ്പൈ ചെയ്യുന്നു. ഇതിനൊരു കാരണമുണ്ട്. അപ്പൊ വലിയ പ്രശ്നങ്ങൾ അവിടെ സൃഷ്ടിച്ചു. കാരണം സെൻട്രൽ ഡിഫെൻസീവ് മിഡ്ഫീൽഡർ ആയിട്ട് ലൈനിൽ ഒക്യുപ്പൈ ചെയ്യുന്ന പോലെയല്ല ഒരു സെന്റർ ബാക്ക് ആയിട്ട് ഒക്യുപ്പൈ ചെയ്യുമ്പോൾ. ചുവമെനി മുന്നും ചെയ്തിട്ടുണ്ട്, പക്ഷെ അവിടെ ടെസ്റ്റ് ചെയ്യുക എന്നുള്ളത് ബാഴ്സയുടെ ടാക്ടിക്കൽ ഡിഫറൻസ് തന്നെയായിരുന്നു. അവിടെ നേരെ ഇൻ ബിഹൈൻഡ് ബോളുകൾക്ക് സ്ഥിരമായിട്ട് അവിടെ റണ്ണുകൾ നടത്തുന്നു ഫെറാൻ ടോറസ്. ആ ഓപ്പൺ അപ്പ് ആവുന്ന ചാനലിൽ ജെറാർഡ് മാർട്ടിൻ കുറച്ച് ഡീപ്പായിട്ട് ഡ്രോപ്പ് ഡൗൺ ചെയ്ത് നിൽക്കും. നേരെ അപ്പോൾ വാസ്കസ് വന്ന് പ്രസ് ചെയ്യും. അതോടൊപ്പം തന്നെ ആ ചാനലിൽ സ്പേസ് ക്രിയേറ്റ് ആവുന്നതിന് ഇനിഗോ മാർട്ടിനസ് നേരെ ലോങ് പോകും. പിന്നെ ഇതെല്ലാം ഇപ്പോഴും ഒരേപോലെ തന്നെ ആയിരുന്നില്ല, അങ്ങോട്ടും ഇങ്ങോട്ടും വേരിയേഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. ചുമനി റഫിന്യമായിട്ട് റണ്ണൊക്കെ നടത്തുന്ന സാഹചര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. സോ ഒട്ടും ഫിക്സ്ഡ് അല്ല ബാഴ്സയുടെ പാറ്റേൺ എന്ന് പറയുന്നത്. എപ്പോഴും അങ്ങോട്ട് മാറി മാറി പ്ലെയർ റൊട്ടേഷൻസും കാര്യങ്ങളൊക്കെ. ഈവൻ ലമീൻ യമാലും റഫീനിയും തമ്മിൽ റൊട്ടേഷൻസ് ഒക്കെ നടത്തുന്ന നമ്മൾ ഇന്നലെ കണ്ടു. ഈ റയലിന്റെ അഗ്രസീവ്നെസ് ഒരു പ്രശ്നമാണെന്ന് പറയാനും കാരണം വേറൊരു പ്രോബ്ലം ഉണ്ടായിരുന്നു. മിഡ്ഫീൽഡിൽ മാൻമാർക്ക് ചെയ്യുമ്പോൾ ബാഴ്സയുടെ മിഡ്ഫീൽഡേഴ്സ് നമുക്ക് വേണ്ടാത്ത സ്ഥലത്തേക്ക് പിച്ചിന്റെ അവരെ കൊണ്ടുപോകും, ഫെർദർ ആയിട്ടുള്ള വൈഡ് ആയിട്ടുള്ള ചാനലിലേക്ക് കൊണ്ടുപോകും. ഇത് സെൻട്രൽ ആയിട്ട് വലിയ സ്പേസസ് കൊടുക്കാനായിട്ട് ബാഴ്സയ്ക്ക് സാധിക്കും. ഒരേ സമയത്ത് ഇങ്ങനെ ഒരു പിസ്റ്റൻ പോലെയാണ് ഇത് പ്രവർത്തിക്കും. ബാഴ്സയുടെ നാലാമത്തെ ഗോൾ പിന്നെ വല്ല പറഞ്ഞ് അറിയിക്കണ്ടല്ലോ, കാരണം വാസ്കസിന്റെ ഒരു സ്ലോപ്പി ആയിട്ടുള്ള മിസ്റ്റേക്ക് ആയിരുന്നു. ഈലീറ്റ് ആയിട്ടുള്ള ലെവലിൽ ഇങ്ങനത്തെ മിസ്റ്റേക്സ് ഒക്കെ വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നതാണ് ഒരു ടീം എന്ന നിലയിലേക്ക്. അത് സംഭവിച്ചു. ബാഴ്സ 4-2 എന്നുള്ള സ്കോറിൽ ലീഡ് എടുത്തു. നേരെ ഫസ്റ്റ് ഹാഫ് അവസാനിപ്പിക്കാം. പിന്നെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ചേഞ്ചസ് വന്നു. സെബയോസിന് പകരം മോഡ്രിച്ച് വന്നു. കൂടുതൽ കൺട്രോൾ അവർക്ക് കിട്ടി. ഈ റയലിനെ സംബന്ധിച്ചിട്ട് മോഡ്രിച്ച് വരുമ്പോൾ കൂടുതൽ ഈ ടെക്നിക്കലായിട്ട് നല്ലൊരു പ്ലെയർ ആണ്. ഇൻ ബിഹൈൻഡ് ഒക്കെ ബോളുകൾ ഡയറക്റ്റ് ആയിട്ട് കൊടുക്കാൻ പറ്റുന്ന പ്ലെയർ ആണ്. സോ സെബയോസിനെ കമ്പയർ ചെയ്തിട്ട് ഇന്നലെ വെച്ച് നോക്കുമ്പോൾ
മോഡ്രിച്ച് വന്നപ്പോൾ കൂടുതൽ റയലിന്റെ പ്ലാൻസ് എക്സിക്യൂട്ട് ചെയ്യാനായിട്ട് സാധിച്ചു. റയൽ കൂടുതൽ ചാനൽ ബോൾസ് പ്ലേ ചെയ്യാൻ തുടങ്ങി. പ്രിസൈസ് ആയിട്ട് ഇൻ ബിഹൈൻഡ് മാത്രം പ്ലേ ചെയ്യാതെ ചാനലിലേക്ക് ബോളുകൾ പ്ലേസ് ചെയ്തിട്ട് നേരെ അവിടെ നിന്ന് എംബാപ്പെ ആയാലും വിനീഷ്യസ് ആയാലും ചാനൽസിലൂടെ അത് റിസീവ് ചെയ്യാൻ തുടങ്ങി. സോ ഒരു ത്രെറ്റ് എന്നുള്ള രീതിക്ക് റയലിന് കുറച്ചൊക്കെ കാഴ്ചവെക്കാനായിട്ട് സെക്കൻഡ് ഹാഫിൽ സാധിക്കുകയും ചെയ്തു. അങ്ങനെ അവർ ബോൾ വിൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ ഡയറക്റ്റ് ആവാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു. അത് സക്സസ്ഫുൾ ആവുകയും ചെയ്തു. പല സമയത്തും അത് ക്ലിക്കായി. പക്ഷെ ഇപ്പൊ ഈ പറയുന്ന പോലെ ഇന്നലെ ഒരു ഓഫ് ഡേ ആയി എന്ന് പറയുന്നത് തന്നെ വേണം. കാരണം വിനീഷ്യസിന്റെ ഒക്കെ ഒരു ഫസ്റ്റ് ടച്ചിന്റെ ഒക്കെ ഒരു പ്രശ്നം കൊണ്ടൊക്കെ ഒരു പക്കായിട്ടുള്ള ഗോൾ സ്കോറിംഗ് ഓപ്പർച്യൂണിറ്റി ഉണ്ടായിരുന്നു. ഒരു ലോബ്ഡ് ആയിട്ടുള്ള ക്രോസ് കൊടുക്കാത്തതിന്റെ ഒരു പ്രശ്നത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റി മിസ് ചെയ്തിരുന്നു. റയൽ ഡയറക്റ്റ് ആയത് കൊണ്ട് തന്നെയാണ് മൂന്നാമത്തെ ഗോളും അവിടെ വരുന്നത്. അവര് ആ ബോൾ വിൻ ചെയ്യുന്നു, റൈറ്റ് ഹാൻഡ് സൈഡിൽ പെട്ടെന്ന് തന്നെ ഇൻ ബിഹൈൻഡ് പ്ലേ ചെയ്യുന്നു. അത് പ്ലേ ചെയ്തതിന് ശേഷം നേരെ എംബാപ്പെ തങ്ങളുടെ ഹാട്രിക് കംപ്ലീറ്റ് ചെയ്യാം. എല്ലായ്പ്പോഴും സംഭവിക്കുന്ന പോലെ സെക്കൻഡ് ഹാഫിലേക്ക് വരുമ്പോൾ ഇന്റൻസിറ്റി ഒക്കെ കുറച്ച് ഡ്രോപ്പ് ആയിട്ടുണ്ടായിരുന്നു ബാസയുടെ. ഇത് റയലിനെ സഹായിച്ചു. കാരണം ഇപ്പൊ ഈ പറയുന്ന പോലെ പാസസ് ഒന്നിച്ച് കണക്ട് ചെയ്യാനായാലും കൂടുതൽ ടൈം ബോളിൽ കിട്ടാനായാലും ഇതൊക്കെ സാധിക്കുന്നുണ്ടായിരുന്നു. പക്ഷെ അതൊരു ഈക്വലൈസറിലേക്കോ അല്ലെങ്കിൽ അതിനപ്പുറത്തേക്ക് ഒരു വിന്നിംഗ് ഗോളിലേക്കോ എത്തിക്കാനായിട്ട് റയലിന് സാധിച്ചില്ല. ചാൻസസ് ഉണ്ടായിരുന്നു കേട്ടോ ഒരുപാട്. പക്ഷെ പറഞ്ഞിട്ട് നല്ല ഫുട്ബോളാണ്. 4-3 എന്നുള്ള സ്കോർ ലൈനിൽ അവസാനിച്ചു. അധികം വലിച്ചു നീട്ടുന്നില്ല. ഇതായിരുന്നു എൽ ക്ലാസിക്കോയുടെ ടാക്ടിക്കൽ വിശേഷങ്ങൾ. അപ്പോ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടു കഴിഞ്ഞു കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക. അടുത്ത ഒരു വീഡിയോ ആയിട്ട് കാണുന്നവരെ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ബൈ.